കേരളത്തിലെ മറ്റ് കാടുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരിടം, അപൂർവയിനം മൃഗത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് അടയാളപ്പെടുത്തുന്ന സ്ഥലം. വരയാടുകളുടെ സംരക്ഷിത കേന്ദ്രമായ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ ഈ വീഡിയോയിൽ. മുഴുവൻ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വരയാടുകളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമല്ല, ഏറ്റവും പ്രൊഫഷണലായി വനം വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ടൂറിസം കേന്ദ്രം കൂടിയാണ് ഇരവികുളം നാഷണൽ പാർക്ക്. അത് പാർക്കിന്റെ എൻട്രൻസ് ഗേറ്റിലെത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ആധുനികമായ ബുക്കിംഗ് സംവിധാനത്തിൽ തുടങ്ങുന്നു സവിശേഷത. മികച്ച രീതിയിൽ ഫർണിഷ് ചെയ്ത ലോകോത്തര നിലവാരമുള്ള വൃത്തിയുള്ള ബുക്കിംഗ് പോയിന്റാണ് ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. നല്ലൊരു ഭക്ഷണശാലയും വനം വകുപ്പ് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളുമെല്ലാം ഇവിടെയുണ്ട്. ₹200 ഒരാളുടെ ടിക്കറ്റ് ചാർജ്. വിദേശിയാണെങ്കിൽ ഇത് 500 രൂപയാകും. സാധാരണ ക്യാമറയ്ക്ക് 50 രൂപയും വീഡിയോ ക്യാമറയ്ക്ക് 350 രൂപയുമാണ് ചാർജ്. നേരത്തെ ബുക്ക് ചെയ്യുന്നവർക്ക് റിസർവേഷൻ ചാർജായി 50 രൂപയും അധികമായി നൽകണം. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പാർക്കിനുള്ളിലൂടെയുള്ള ഒരു സഫാരിയാണ് ഏറ്റവും വലിയ സവിശേഷത. 30ഓളം ബസ്സുകളാണ് ഇവിടെ ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി ആള് തികയുന്ന മുറയ്ക്ക് ബസ്സുകൾ പുറപ്പെടും. സമുദ്രനിരപ്പിൽ നിന്ന് 2000 അടി ഉയരത്തിലേക്ക് കാഴ്ചകൾ കണ്ട് മനോഹരമായൊരു യാത്ര. ചതുരശ്ര കിലോമീറ്ററാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ വിസ്തീർണം. ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നതും ഈ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. തുടക്കത്തിൽ തേയിലത്തോട്ടത്തിനിടയിലൂടെയാണ് യാത്ര. 15 മിനിറ്റ് മാത്രമാണ് ഈ ബസ്സിലെ യാത്ര. പലയിടത്തും ഇടുങ്ങിയ വഴിയാണ്. പുൽമേടും ചോലവനവുമൊക്കെയായി വ്യത്യസ്തമായ ഭൂപ്രകൃതി. വളരെ ചെറിയ ഹെയർ പിൻ വളവുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് പലയിടത്തും വാഹനം പിന്നോട്ടെടുത്ത ശേഷമാണ് യാത്ര. 2 ബസ്സുകൾ ഒരുമിച്ച് കടന്നു പോകാനാകാത്ത അത്രയും വീതി കുറഞ്ഞ ഭാഗങ്ങളും ഇവിടെയുണ്ട്. പരിചയസമ്പന്നരായ ഡ്രൈവർമാരായതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ നിസ്സാരമായ ജോലിയാണെന്ന് മാത്രം. ചെങ്കുത്തായ പാറകളാണ് ഇരവികുളത്തിൻ്റെ പ്രധാന സവിശേഷത. വരയാടുകളുടെ പ്രധാന ആവാസ കേന്ദ്രവും ഇത്തരം പാറകളാണ്. ഇവ പ്രസവിക്കുന്നത് പോലും ഇത്തരം പാറയിടുക്കുകളിലാണ്. ഇത്തരം സ്ഥലങ്ങളിൽ മറ്റു മൃഗങ്ങൾ പെട്ടെന്നെത്തി ആക്രമിക്കില്ല എന്നതാണ് അതിനൊരു പ്രധാന കാരണം. മനുഷ്യരുമായി അകലമിടാതെ ചേർന്ന് നടക്കാനും വരയാടുകൾക്ക് മടിയില്ല. മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ മറ്റു മൃഗങ്ങൾ ആക്രമിക്കില്ല എന്നതും ഇതിനൊരു കാരണമായി പറയുന്നുണ്ട്. മൂന്നാറിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഇരവികുളം നാഷണൽ പാർക്ക്. പാറക്കെട്ട് മാത്രമല്ല, ഇവിടുത്തെ തണുപ്പും വരയാടുകൾ ഇവിടം ആവാസ വ്യവസ്ഥയായി തിരഞ്ഞെടുക്കാൻ ഒരു കാരണമാണ്.
മുകളിലേക്ക് എത്തും മുൻപ് തന്നെ വരയാടുകളെ കാണാൻ തുടങ്ങി. ഈ പാറകളിലൂടെ അനായാസമാണ് ഇവരുടെ സഞ്ചാരം. അങ്ങനെ കൃത്യം 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇരവികുളത്തിന്റെ ടോപ്പ് സ്റ്റേഷനിലെത്തി. ഇവിടെ ബസ് ഇറങ്ങി നടന്നു വേണം ഇനി മുകളിലേക്ക് കയറാൻ. തിരികെ പോകേണ്ടവർക്കായുള്ള ബസ്സുകൾ ഇവിടെ വരിയായി കാത്തു നിൽക്കുന്നത് കാണാം. മുകളിലേക്ക് പോകുന്ന ബസ്സിൽ തന്നെ മടങ്ങിപ്പോകണമെന്നില്ല. കിട്ടുന്ന ബസ്സിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ബസ് ഇറങ്ങി മുകളിലേക്ക് കയറി ഒരു വളവ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മുന്നിലേക്ക് വരയാടിൻ കൂട്ടമെത്തി. മനുഷ്യനെ അവർക്ക് യാതൊരു ഭയവുമില്ല എന്ന് ഇവിടുത്തെ കാഴ്ച കണ്ടാൽ മനസ്സിലാകും. ആളുകൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് യാതൊരു പേടിയുമില്ലാതെ അവരെത്തി. മനുഷ്യനും അവരെ പേടിക്കേണ്ടതില്ല. അത്ര അടുത്തുകൂടി പോകുമ്പോൾ പോലും ഇവർ മനുഷ്യരെ ഉപദ്രവിച്ച് കണ്ടില്ല. വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകൾ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ്. ചെങ്കുത്തായ പാറയിലെല്ലാം ഇവർക്ക് അനായാസം സഞ്ചരിക്കാം. ഇതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം കൂടിയാണ് നീലഗിരി താറ എന്നറിയപ്പെടുന്ന ഈ വരയാടുകൾ. പശ്ചിമഘട്ടത്തിൽ ഇപ്പോൾ ഏതാണ്ട് 2500ഓളം വരയാടുകൾ ഉണ്ട് എന്നാണ് ഏകദേശ കണക്ക്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ രാജമല, പന്തുമല, ചിന്നപന്തുമല ഭാഗങ്ങളിൽ ഇവയെ കൂടുതലായി കാണാം. വംശനാശ ഭീഷണിയിൽ കഴിയുന്ന വരയാടുകൾ IUCNന്റെ റെഡ് ഡാറ്റ ലിസ്റ്റിലാണ് ഇപ്പോൾ ഉള്ളത്. തമിഴ് ഭാഷയിൽ നിന്നാണ് വരയാടുകൾക്ക് ഈ പേര് ലഭിച്ചത് എന്നാണ് വിലയിരുത്തൽ. തമിഴിൽ വരൈ എന്നാൽ പാറ എന്നാണ് അർത്ഥം. പാറ ആവാസ വ്യവസ്ഥയാക്കിയ ആട് എന്ന നിലയിലാണ് ഇവർ വരയാടുകളായത്. മൂന്നാറിൽ നിന്നും മറയൂർ റൂട്ടിൽ 15 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ ഇരവികുളം ദേശീയ പാർക്കിൽ നിങ്ങൾക്കെത്താം. വരുന്ന വഴിയിൽ തന്നെ ഉദ്യാനത്തിൻ്റെ കവാടം കാണാം. ഇവിടെ എത്തുന്നതിന് മുൻപ് ഓൺലൈനായി ടിക്കറ്റ് എടുത്ത ശേഷം വന്നാൽ കാര്യങ്ങൾ എളുപ്പമായി. ടിക്കറ്റിനായി പിന്നീട് ഏറെ നേരം കാത്തിരിക്കേണ്ടി വരില്ല. കുറിഞ്ഞി ഗാർഡനാണ് ഇരവികുളം ദേശീയ ഉദ്യാനത്തിലെ ഒരു പ്രധാന കാഴ്ച. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞികൾ ഇവിടെ ധാരാളമായുണ്ട്. പാർക്ക് സന്ദർശിക്കുന്നവർക്ക് എല്ലാ സമയത്തും നീലക്കുറിഞ്ഞിയുടെ ചെടികൾ കാണാം. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും പാർക്കിൽ എഴുതി വച്ചിട്ടുണ്ട്. കുറിഞ്ഞി പൂക്കുന്ന കാലമായാൽ രാജമല കൂടുതൽ മനോഹരിയാകും.
മനുഷ്യനുമായി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരൽപ്പം സ്വാതന്ത്ര്യത്തോടെയാണ് ഈ മൃഗത്തോട് ആളുകൾ പെരുമാറി കാണുന്നത്. ഫോട്ടോകൾ എടുക്കുന്നതിനും മറ്റും ഇവയോട് ചേർന്ന് നിൽക്കുന്നത് ഇരവികുളത്ത് ധാരാളമായി കാണാം. വളർത്തുമൃഗത്തോട് എന്ന നിലയിൽ ഒരൽപ്പം വാത്സല്യമൊക്കെ കാണിക്കുന്ന മനുഷ്യരുമുണ്ട്. വരയാടുകൾ ഒരു വന്യജീവിയാണെന്ന് പലപ്പോഴും പല മനുഷ്യരും മറന്നുപോകുന്നു. വന്യമൃഗത്തോട് ഒരകലം പാലിക്കുന്നതാണ് അവർക്കും മനുഷ്യർക്കും നല്ലത്. സ്വമേധയാ ഭക്ഷണം തേടി കഴിക്കുന്ന വന്യമൃഗങ്ങൾക്ക് മനുഷ്യർ ഭക്ഷണം നൽകുന്നതും അത്ര നല്ല കാര്യമല്ല. ഫെബ്രുവരി മാർച്ച് മാസങ്ങളാണ് വരയാടുകളുടെ പ്രജനന കാലം. ഈ സമയം ഇരവികുളം നാഷണൽ പാർക്ക് പൂർണ്ണമായും അടച്ചിടും. പിന്നീട് ഏപ്രിൽ മുതലാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകുക. ഏപ്രിലിൽ പാർക്ക് തുറക്കുന്ന സമയത്തെത്തിയാൽ പലപ്പോഴും വരയാടിൻ കുഞ്ഞുങ്ങളെ അടക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓരോ വർഷവും പുതിയതായി ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെയും നിലവിലുള്ള വരയാടുകളുടെയും കണക്ക് വനം വകുപ്പ് എടുക്കാറുണ്ട്. അതിർത്തി പ്രദേശമായതിനാൽ തന്നെ തമിഴ്നാടുമായി ചേർന്നുള്ള സർവേകളും ഈ മേഖലയിൽ നടക്കുന്നു. ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥാപിച്ചിട്ട് ഇത് 50-ാം വർഷമാണ്. ഇത്തവണ അതുകൊണ്ട് തന്നെ തമിഴ്നാടുമായി സഹകരിച്ചുകൊണ്ട് പ്രത്യേക സർവേയാണ് ഇവിടെ നടത്തുന്നത്. വരയാടുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് ഓരോ വർഷവും ഇവയുടെ എണ്ണം തിട്ടപ്പെടുത്തുന്നത്. വിദഗ്ധർ ഉൾപ്പെടെ നേരിട്ടിറങ്ങി കണക്കെടുക്കുന്നത് കൂടാതെ ക്യാമറ ട്രാപ്പുകൾ ഉൾപ്പെടെ സ്ഥാപിച്ചാണ് കണക്കെടുപ്പ്. ബസ്സുകൾ കൂടാതെ ബഗ്ഗി കാറുകൾ വഴിയും നിങ്ങൾക്ക് ഇരവികുളത്ത് സഫാരി നടത്താം. 7500 രൂപയാണ് ഇതിൻ്റെ ചാർജ്. ബസ് എത്തുന്നതും കഴിഞ്ഞ് മനുഷ്യർക്ക് പ്രവേശനമുള്ള സ്ഥലം വരെ യാത്ര ചെയ്യാമെന്നതാണ് ഈ സഫാരിയുടെ പ്രത്യേകത. താഴെ ബുക്കിംഗ് കൗണ്ടറിൽ നിന്ന് തന്നെ നിങ്ങൾക്കിത് ലഭിക്കും. ഈ വീഡിയോയിൽ ഇഷ്ടം പോലെ വരയാടുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് കരുതി ഇരവികുളത്തെത്തിയാൽ എപ്പോഴും യഥേഷ്ടം വരയാടുകളെ കാണാമെന്ന് നിങ്ങൾ കരുതരുത്. പല സഞ്ചാരികളും നിരവധി തവണ ഒറ്റ വരയാടുകളെ പോലും കാണാതെ മടങ്ങേണ്ടി വന്നിട്ടുണ്ട്. സാധാരണ കാടുകളിലെ പോലെ വന്യമൃഗങ്ങളെ കാണുക എന്നത് ഇവിടെയും ഒരു ഭാഗ്യമാണ്. ഒരൊറ്റ സഫാരിയിൽ ഇത്രയധികം വരയാടുകളെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഈ യാത്രയുടെ സന്തോഷം. മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇത്തരം വീഡിയോകൾ കാണാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. നന്ദി.